നമസ്തേ. വെട്ടിത്തിളങ്ങുന്ന വൈഡൂര്യത്തിൻ്റെ കഥകളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ രത്നശാസ്ത്രത്തിൽ പങ്കുവച്ചത്. രത്നങ്ങളും രത്നവിശേഷങ്ങളുമായി രത്നശാസ്ത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്തേ. നമസ്തേ. ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഒരു പ്രധാന ചർച്ചാ വിഷയം തന്നെ ഈ പറയുന്ന വളരെയധികം പ്രത്യേകതയുള്ള വെട്ടിത്തിളങ്ങുന്ന ഒരു രത്നത്തെക്കുറിച്ച് വർണ്ണ വൈവിധ്യമുള്ള പ്ലേ ഓഫ് കളേഴ്സിൽ പെടുന്ന രത്നമാണ്. പ്ലേ ഓഫ് കളേഴ്സാണ്. അത് ലൈറ്റ് കൊണ്ടിട്ട് അതിൻ്റെ ഒപ്റ്റിക്കൽ വ്യൂ നമുക്ക് ഒരു ബാൻഡ് മൂവ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. കണ്ണ് പൂച്ചയുടെ കണ്ണ്, അതുകൊണ്ട് തന്നെ കാറ്റ്സൈ എന്നാണ് അറിയപ്പെടുന്നത്. വൈഡൂര്യം ഒരുപാട് കാലപ്പഴക്കമുള്ള രത്നമാണ്. പുരാണങ്ങളിലെല്ലാം വൈഡൂര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പേര് പോലെ തന്നെ ഒരു പ്രൊട്ടക്ഷൻ തരുന്ന എന്നാണ് കരുതപ്പെടുന്നത്. രത്നങ്ങൾ പല സവിശേഷതകളുണ്ടല്ലോ. അതിൻ്റെ ഒപ്റ്റിക്കൽ ആയിട്ടുള്ള അതിൻ്റെ എക്സ്റ്റേണൽ ബ്യൂട്ടി വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ന് പറഞ്ഞ പോലെ അത് ഇൻറ്റേർണലി അതിന് ഒരുപാട് സവിശേഷതകളുണ്ട്. ഓരോ രത്നത്തിനും ഓരോ തരത്തിലായിരിക്കും പ്രത്യേകതകൾ. പക്ഷേ ഈ വൈഡൂര്യം കാറ്റ്സൈ എന്ന് പറയുന്നത് നമ്മുടെ നാടും അതിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെ. നമുക്ക് ഈ വൈഡൂര്യം കാറ്റ്സൈ നമ്മുടെ നാട്ടിലും നമ്മുടെ ട്രിവാൻഡ്രം കാറ്റ്സൈ ഏറ്റവും വൺ ഓഫ് ദി വേൾഡ് ഫേമസ് കാറ്റ്സൈ. ഇപ്പോൾ ഇല്ലെന്ന് പറഞ്ഞാൽ അത് മെയിൻ ഇതല്ല, ഖനനം ചെയ്യാനായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് റെസ്ട്രിക്ഷൻ വന്നിരിക്കുന്നതുകൊണ്ട് ഉള്ള കല്ലിന് ഡിമാൻഡാണ്. ട്രിവാൻഡ്രം കാറ്റ്സൈ എന്ന് പറഞ്ഞിട്ട് പല കാറ്റ്സൈകളും കയറി വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒറിജിനൽ ട്രിവാൻഡ്രം കാറ്റ്സൈ അല്ല. അപ്പം പ്ലേ ഓഫ് കളേഴ്സിൽ പെടുന്ന ഒരു രത്നമാണ് കാറ്റ്സൈ. പേര് പോലെ തന്നെ നമുക്ക് പൂച്ചയുടെ കണ്ണും ടോർച്ചടിച്ചാൽ തിളങ്ങും. ആ ഒരു കണ്ണിങ്ങനെ മൂവ് ചെയ്യും. ക്രിസോബറിൽ എന്ന് പറയുന്ന ഒരു മിനറലാണ് കാറ്റ്സൈക്കകത്തുള്ളത്. പല കാറ്റ്സൈ ഉണ്ട്. കോട്സ് കാറ്റ്സൈ എന്ന് പറഞ്ഞുണ്ട്. അത് സാധാരണ നമ്മൾ ജുവല്ലറികളിലൊക്കെ കാണുന്നത് കോട്സ് കാറ്റ്സൈ. അത് വളരെ വില കുറഞ്ഞ കല്ലാണ്. കോട്സ് വെറൈറ്റി എന്ന് പറയുമ്പോൾ കോട്സ് മിനറൽ ഗ്രൂപ്പിൽ പെടുന്ന ടോപ്പാസ് അങ്ങനെയുള്ള ഒരുപാട് കല്ലുകൾ അതുണ്ട്. അതിൽപ്പെടുന്ന ഒരു കല്ലാണ് ഈ കാറ്റ്സൈ എന്ന് പറയുന്നത്. ഇത് പ്ലേ ഓഫ് കളേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ആ ബാൻഡ് ഇങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കും. നമ്മൾ ടോർച്ചടിക്കുമ്പോഴോ വെട്ടമടിക്കുമ്പോഴോ മിക്കവാറുമുള്ള രത്നങ്ങൾക്കെല്ലാം അതിൻ്റെ ഇൻറ്റേർണലി അതിന് ആ പ്രകാശരശ്മികൾ ചിന്നിച്ചെതറി വരുമ്പോഴാണ് ഇതിന് തിളക്കം വ്യത്യാസങ്ങൾ വരുന്നത്. ഇപ്പോൾ അലക്സാൻഡ്രൈറ്റ് പോലുള്ള രത്നങ്ങൾ, അതുപോലെ കാറ്റ്സൈ പോലുള്ള രത്നങ്ങൾ, ഈ മൂൺ സ്റ്റോണുകൾ, അതിനെക്കുറിച്ചും പറയാം. മൂൺ സ്റ്റോണുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഇത് ഒരു ജുവല്ലറിയിൽ അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ കാറ്റ്സൈ ഇരിക്കുന്ന കണ്ടാൽ അതിന് ആ ഷാർപ്പ്നെസ് ഫീൽ ചെയ്യത്തില്ല. ലൈറ്റ് അടിക്കുമ്പോഴത് ഷാർപ്പാകുന്നത്. അതിൻ്റെ ഷാർപ്പ്നെസ്സിനാണ് ഇതിൻ്റെ കാശ്. എത്രമാത്രം അത് ഷാർപ്പാകുന്നോ, ബ്രേക്കില്ലാതെ ഷാർപ്പാകുന്നോ, കാറ്റ്സൈക്ക് വില കൂടും. അപ്പോൾ അത് നമുക്ക് അപ്പോൾ മറ്റ് പല രത്നങ്ങളും ആൾക്കാർ ഇതേപോലുള്ള കബോഷൻ കട്ടിങ്ങാണ്. കട്ടിങ് വരുന്നത് കബോഷനാണ്. കബോഷൻ പറഞ്ഞാൽ പഴയ കാല കട്ടിങ്. ആദ്യകാലത്ത് കബോഷൻ കട്ടിങ്ങേ രത്നങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് അത് കട്ടിങ്ങിലേക്ക് ബ്രില്യൻ കട്ടിങ്ങും ഓൾ മിക്സ് കട്ടിങ്, സ്റ്റെപ്പ് കട്ടിങ്, ഇങ്ങനെയുള്ള കട്ടിങ്ങുകളെല്ലാം പിന്നീട് വന്നത്. പിൽക്കാലത്ത് ഓരോരോ കാലഘട്ടത്തിൽ മാറി വന്നിട്ട് ഇപ്പോൾ ലേസർ കട്ടിങ്ങിലോട്ടൊക്കെ കബോഷൻ കട്ടിങ് ആണ്. ചില രത്നങ്ങൾക്ക് കബോഷൻ കട്ടിങ്ങേ പറ്റൂ. അതിലൊന്ന് ഈ പറയുന്ന കാറ്റ്സൈ വൈഡൂര്യം, പിന്നെ ഒന്ന് ചന്ദ്രകാന്തം. സാർ ഇപ്പം പറഞ്ഞ മൂൺ സ്റ്റോൺ എന്ന് പറയുന്ന കല്ല്. മൂൺ സ്റ്റോൺ എന്ന് പറയുമ്പം നമുക്ക് മൂൺ സ്റ്റോൺ നമ്മൾ മിൽക്കി വൈറ്റ്, നല്ല വെണ്മയാർന്ന ചന്ദ്രകാന്ത കല്ലാണ് മൂൺ സ്റ്റോൺ. ചന്ദ്രകാന്തം ഇത് ഇംഗ്ലീഷ് പേര് പറയുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാകും. ചന്ദ്രകാന്തം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട്. പാട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? ചന്ദ്രകാന്തം കൊണ്ട് താലികെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള പാട്ടുകൾ. പിന്നെ വൈഡൂര്യത്തെക്കുറിച്ച് എന്തോരം പാട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പം നൂറ്റാണ്ടുകളാണ് ഇതിനെല്ലാം പഴക്കം.
നൂറ്റാണ്ടുകൾ പഴക്കത്തിലാണ് ഈ രത്നങ്ങൾ ഭൂമിയുടെ ഉത്ഭവ സമയത്ത് തന്നെ രത്നങ്ങൾ ഭൂമിക്കടിയിൽ ഫോർമേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിലിഷ്ടംപോലെ രത്നങ്ങൾ ഇപ്പോഴും മൈൻ ചെയ്ത് വരുന്നു. പുതിയ പുതിയ മൈനുകൾ കണ്ടുപിടിക്കുന്നു ലോകത്തെ പല ഭാഗത്തുമായിട്ട്. അപ്പോൾ ഈ ചന്ദ്രകാന്തത്തിൽ എല്ലാവർക്കും മൂൺ സ്റ്റോൺ കണ്ടാൽ എഴുതപ്പെട്ട ആൾക്കാർക്കെല്ലാം അറിയാം. വൈറ്റ് മൂൺ സ്റ്റോൺ, മിൽക്കി വൈറ്റ്. ആ ചന്ദ്രൻ്റെ ആ ഒരു കളറ്, ചന്ദ്രൻ്റെ ഒരു ഫോട്ടോ നമ്മളെടുത്തിട്ട് നോക്കുമ്പോൾ മൂൺ സ്റ്റോൺ നോക്കുമ്പോൾ ഏകദേശം ഒരേപോലെ തന്നെ ഇരിക്കും. റൗണ്ട് ഷേപ്പിലുള്ള കട്ടിങ് ഉള്ളതുണ്ട്, ഓവൽ ഷേപ്പിലുള്ളതുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ. എന്നാൽ മറ്റു തരത്തിലുള്ള പിയർ കട്ടിങ്ങോ ബ്രില്യൻ കട്ടിങ്ങോ ഒന്നും മൂൺ സ്റ്റോണിൽ പറ്റത്തില്ല. കാരണം അതിൻ്റെ ആ ഘടന അങ്ങനെയാണ്. കാറ്റ്സൈയുടെയും ഘടന അതുപോലെ തന്നെ. നമുക്ക് സൈഡിൽ നിന്ന് ഇത് ബ്രില്യൻ കട്ടിങ് ഒന്നും ആക്കാൻ പറ്റത്തില്ല, കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ കല്ലുകളുടെ പ്രത്യേകത അനുസരിച്ചാണ് കട്ടിങ് വരുന്നത്. കല്ലുകൾക്ക് ഹാർഡ്നെസ് കൂടുകയും ഇപ്പം ഡയമണ്ടിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അത് നമ്മുടെ ആ നിപുണത കംപ്ലീറ്റ് ഒരു കലാകാരനെ ഉറത്തെടുക്കാൻ പറ്റുന്നത്. കാരണം അത് കട്ട് ചെയ്തല്ല. ഇപ്പോൾ ഒരു കരിങ്കല്ലിലാണെങ്കിൽ നമ്മൾ കൊത്തുപണികൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യും. ഒരു കലാകാരൻ്റെ മനസ്സ് അതിൽ വേണേൽ പതിപ്പിച്ചെടുക്കാം. അതേസമയം ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു സാധനത്തിനകത്ത് അത് പറ്റണമെന്നില്ല. കുറച്ച് ഫ്ലെക്സിബിളായിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള സ്റ്റോൺ വിഭാഗത്തിൽപ്പെടുന്നതാണ് ചന്ദ്രകാന്തം. ഈ ചന്ദ്രകാന്തത്തെ തന്നെ പല കളേഴ്സ് ഉണ്ട്. ചന്ദ്രകാന്തം പ്ലേ ഓഫ് കളേഴ്സിൽ വരുന്ന സ്റ്റോണാണ്. ഇതിൽ തന്നെ മറ്റ് കളറുകളുണ്ട്. നമ്മൾ കണ്ടിരിക്കുന്നത് ഈ ഒരു മിൽക്കി ഷെയ്ഡ്, ആ ഒരു ഷെയ്ഡിലുള്ളതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതെ, യെല്ലോ ഷെയ്ഡുകളുണ്ട്, യെല്ലോ ഷെയ്ഡിലുള്ള ചന്ദ്രകാന്തങ്ങളുണ്ട്. അത് പലയിടത്തും മെയിനുണ്ട്. കോയമ്പത്തൂർ അടുത്ത് കങ്കയം മെയിനുണ്ട്. യെല്ലോ ഷെയ്ഡ്, യെല്ലോ മൂൺ സ്റ്റോൺ പറയുന്നത്. യെല്ലോ മൂൺ സ്റ്റോൺ ഉണ്ട് നമ്മളുടെ കയ്യിലൊക്കെ ധാരാളമായിട്ട്. യെല്ലോ മൂൺ സ്റ്റോൺ ഉണ്ട്. യെല്ലോ മൂൺ സ്റ്റോണും ചന്ദ്രൻ്റെ സ്റ്റോൺ തന്നെയാണ്. ഇമോഷണൽ ബാലൻസിങ്. ഓക്കെ. ചന്ദ്രൻ്റെ രത്നങ്ങളെല്ലാം ഫസ്റ്റിലെ തന്നെ നമുക്ക് ഇമോഷണൽ പറയാൻ പറ്റും. ഇമോഷണൽ പ്ലാനറ്റ്, അതായത് നമുക്ക് വൈകാരിക തലത്തിൽ അത് മാനസികമായ ഇടപെടലുകൾ നടത്തുന്നത് എപ്പോഴും ചന്ദ്രനാണ്. കാരണം നമ്മുടെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ ഒരു ഗ്രഹവും ചന്ദ്രനാണ്. അതല്ലേ മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയുന്നത്. മനസ്സാണല്ലോ, അല്ല മുഖം കൈയുടെ കണ്ണാടി അങ്ങനെ പറയുന്നുണ്ട്. മനസ്സാണ്. ഈ മനസ്സ് കൺട്രോൾ ചെയ്യുന്ന ആരാന്ന് വെച്ചാൽ മൂണാണ്. അപ്പോൾ ഇത് ആ ഇമോഷണൽ ബാലൻസിങ്, കോൺഫിഡൻസ്, ആത്മവിശ്വാസവും നമുക്ക് മനസ്സിലാണുള്ളത് അല്ലേ. ശരീരം കൊണ്ടല്ല, നമ്മൾ മനസ്സുകൊണ്ട് നമുക്ക് ആത്മവിശ്വാസം. ശരിയാണ്, ഞാനത് അച്ചീവ് ചെയ്യും, അല്ല ഞാനത് നേടിയെടുക്കും, എനിക്കത് സാധിക്കും എന്നുള്ളത് നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ കാണിക്കുന്നത്. അപ്പോൾ കോൺഫിഡൻസ് ലെവൽ താഴ്ന്നു പോകുന്നത് മൂൺ തീർത്തും വീക്കായി വരുന്തോറും നമുക്ക് മാനസികമായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ് ഫസ്റ്റ് തലത്തിൽ വരുന്നത്. മൂണിൻ്റെ പല സ്റ്റേജുകളുണ്ട്. മൂണിപ്പോൾ അമാവാസി വരുന്നു, അപ്പോൾ ഒന്നും നമ്മുടെ മൂണേ ഇല്ല. മൂണ് കംപ്ലീറ്റ് ആയിട്ട് മറഞ്ഞു നിൽക്കുന്ന അവസ്ഥാവിശേഷം വരുമ്പോൾ ഈ ആൾക്ക് കോൺഫിഡൻസ് ലെവൽ ഇല്ലെന്ന് മാത്രമല്ല, ആൾ വളരെ ബാക്കിൽ നിൽക്കും. പിന്നെ ഹെൽത്ത് വൈസിലും. ഹെൽത്തുമായിട്ട് കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ കർക്കിടകം എന്ന് പറയുന്ന ഹൗസാണ് ചന്ദ്രൻ്റെ ഹൗസ്. കർക്കിടകം കാലപുരുഷൻ്റെ ഹൃദയഭാഗം. ഹൃദയം. അപ്പം നമ്മളുടെ ഹെൽത്തിനെയാണത് ബാധിക്കുന്നത്. ലങ്സ്, ശ്വാസം മുട്ടൽ, വലിവ്. അങ്ങനെയുള്ള കറുത്തവാവിനെ കണ്ടിട്ടില്ലേ? കുട്ടികൾക്ക് വലിവുള്ളവർക്ക് പെട്ടെന്ന് കറുത്തവാവ് ദിവസങ്ങളിൽ അവർക്ക് അത് കൂടുതലായിട്ട് പ്രായമാകും തോറും അങ്ങനെയുണ്ട്. പ്രായമായ വലിയ ഇപ്പം ഒരുപാട് പ്രായത്തിൽ ഇതിപ്പോൾ 70+, 75+ ഒക്കെ വരുന്നവർക്ക് മുഴുവൻ ഈ അവസാന കാലഘട്ടം അവർക്ക് ശ്വാസം മുട്ടലിലായിരിക്കും അത് ബുദ്ധിമുട്ടുന്നത് മുഴുവൻ. അപ്പം ശ്വാസം എന്ന് പറയുന്നത് അവസാന ശ്വാസം പോയി എന്നല്ലേ പറയുന്നത്. അപ്പം അത് ബ്രീത്ത് കംപ്ലീറ്റ് നടക്കുന്നത് ആയിട്ട് ചന്ദ്രനുമായിട്ട് വളരെ കണക്ഷനാണ്. ചന്ദ്രൻ വീക്കാവുകയും സൂര്യൻ വീക്കാവുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ഇപ്പോഴും നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരു കപ്പാസിറ്റിയാണ് പോകുന്നത്. നമുക്ക് ആ ഊർജം പോകുന്നു. നടക്കുമ്പോൾ തന്നെ ശ്വാസം മുട്ടുന്നു. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ മൂൺ മൂൺ സ്റ്റോൺസ് ഒക്കെ നമ്മൾ ചന്ദ്രൻ്റെ ഇതാണ്. അപ്പോൾ ആ ചന്ദ്രൻ്റെ മൂൺ സ്റ്റോൺ നമ്മൾ കൊണ്ടുവരുമ്പോൾ യെല്ലോ മൂൺ സ്റ്റോൺ നമുക്ക് പലപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അതിൽ ജൂപ്പിറ്റർ എന്ന് പറയും, വ്യാഴവുമായിട്ട് കണക്റ്റഡ്. ഇപ്പോൾ ഒരാൾക്ക് ചന്ദ്രൻ്റെ സ്റ്റോണും മാച്ചിങ് ആണ്, വ്യാഴത്തിൻ്റെ സ്റ്റോണും മാച്ചിങ് ആണ്.
ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം കൊടുക്കുന്ന ചന്ദ്രൻ്റെ സ്റ്റോണാണ്. കാരണം ചന്ദ്രൻ്റെ ബേസിക് സ്റ്റോണാണ് അത്. ഇപ്പോൾ കൊച്ചു കുട്ടികൾക്കാണേലും അവർക്ക് ആദ്യം നമ്മൾ സജസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്, ചെക്ക് ചെയ്യുന്നത് ചന്ദ്രന് ഒരു മൈനസിലാണോ പ്ലസ്സിലാണോ. അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ. നെഗറ്റീവ് ആണെങ്കിൽ അത് കൊടുക്കുന്നില്ല. പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് വീണ്ടും അതിനെ എൻഹാൻസ് ചെയ്യണം. കാരണം കുട്ടികൾക്ക് ബ്രീത്തിങ്ങിലൂടെ അവർ വളർന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ബേസിക് സ്റ്റോൺ മൂൺ സ്റ്റോൺ ആണ്. അപ്പോൾ ചില ആൾക്കാർ നമ്മൾ ഒരു മൂൺ സ്റ്റോണ് നമ്മൾ ധരിക്കാൻ പറയും, സാർ യെല്ലോ സഫയർ ധരിക്കണം എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. മൂൺ സ്റ്റോണും പറഞ്ഞായിരുന്നു. പക്ഷേ അപ്പോൾ യെല്ലോ സഫയർ പോരെ. ഞാൻ പറഞ്ഞല്ല, നമുക്ക് മൂൺ സ്റ്റോൺ ബേസിക് സ്റ്റോൺ. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ എല്ലാം റെഡിയാക്കിയിട്ടാണല്ലോ ഫസ്റ്റ് ഫ്ലോറിലോട്ടും സെക്കൻഡ് ഫ്ലോറിലോട്ടും പിന്നെ പണിത് പോകുന്നത്. അപ്പോൾ ബേസിക്കായിട്ട് നിങ്ങൾക്ക് വേണ്ടത് സൂര്യചന്ദ്രന്മാരുടെ സ്റ്റോൺ മാച്ചിങ് ആണെങ്കിൽ അതാണ് വേണ്ടത്. അപ്പോൾ ചന്ദ്രൻ്റെ സ്റ്റോൺ നമ്മൾ കൊടുക്കുന്നു. അതേസമയം പുള്ളിക്ക് യെല്ലോ സഫയറും മാച്ചിങ് ആണെങ്കിൽ യെല്ലോ ഷെയ്ഡിലുള്ള മൂൺ സ്റ്റോൺ കൊടുക്കുന്നു. അപ്പോൾ ആ കളറിൻ്റെ ഗുണവും ആൾക്ക് അവിടെ കിട്ടും. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഈ യെല്ലോ ഷെയ്ഡിലുള്ള കൊടുക്കുന്നത്. എന്നാൽ വ്യാഴത്തിന് വളരെ നീചാവസ്ഥയാണ്, വളരെ നെഗറ്റീവായിട്ട് നിൽക്കുന്നു. ഒരിക്കലും യെല്ലോ സഫയർ മാച്ച് ചെയ്യാത്ത ആൾക്കാർ മൂൺ സ്റ്റോൺ മാച്ച് ചെയ്യുമെങ്കിൽ അവിടെ മിൽക്കി വൈറ്റ് കൊടുക്കുന്നു. വൈറ്റ് കളറിലുള്ള മൂൺ സ്റ്റോൺ കൊടുക്കുന്നു. അപ്പോൾ അവിടെ ഈ കളറിനും ഇതിന് മാത്രം പ്രത്യേകതകളുണ്ടല്ലേ. പിന്നെ കളർ എന്ന് പറഞ്ഞാൽ രത്നങ്ങൾക്ക് കളറാണ്. കളറും അതിൻ്റെ ആ പ്രകാശവും ആണ്. പ്രകാശം അടിക്കുമ്പോഴാണ് ശരിക്കും ആ കല്ലിനകത്തെ ശരിക്കും ആ കാണുന്നത്. ഇപ്പം നമ്മൾ ഇട്ടിട്ട് വെയിലത്ത് ഇങ്ങനെ കാണിച്ച് നടക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം ശരിക്കും ഫലത്തിലേക്ക് വരുന്നത് ഈ പ്രകാശം കൊണ്ടാണ് വരുന്നത്. നമ്മളത് ലോക്കലായിട്ട് വെച്ചാലും അത് കിട്ടും നമുക്ക്. ആ ഒരു കോസ്മിക് എനർജി വരും. അതുകൊണ്ടാണ് ഈ ലൈറ്റ് അടിക്കുമ്പം പല കല്ലുകൾക്കും വേറൊരു ഭാഗം. ഇപ്പം ഗാർണറ്റ് കണ്ടാൽ ബ്രൗണിഷ് ഗോമേതകമാണോ ഗാർണറ്റാണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അതേസമയം അതിലത്തെ ആ ഗാർണറ്റിനകത്തോട്ട് ലൈറ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ചുമന്ന് നിൽക്കും. അത് സൂര്യൻ്റെ റൂബിയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് കല്ലാതെ. ഇത് പറഞ്ഞാൽ തീരത്തില്ല. അങ്ങനെയാണ് ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു യെല്ലോ ഷെയ്ഡിലുള്ള മൂൺ സ്റ്റോണിനെ കുറിച്ച് നമ്മൾ രത്നശാസ്ത്രത്തിൽ നമ്മൾ അധികം അങ്ങനെ സംസാരിച്ചിട്ടില്ല. ഇല്ല. അപ്പം ഇതൊരു എനിക്ക് തോന്നുന്ന ഒരു പുതിയൊരു അറിവ് തന്നെയാണ് നമ്മൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത്. നമുക്ക് റഫായിട്ടുള്ള മൂൺ സ്റ്റോൺ ഈ ഇപ്പം കോയമ്പത്തൂർ അടുത്ത് കങ്കായ മെയിൻസിൽ നിന്ന് റഫായിട്ടുള്ള സ്റ്റോൺ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് പല ക്യാരറ്റിൽ കിട്ടും. എത്ര ക്യാരറ്റിൽ വേണമെങ്കിലും കിട്ടും. 7, 8, 10, 12 എത്ര ക്യാരറ്റിൽ വേണമെങ്കിലും കിട്ടും. മൂൺ സ്റ്റോൺ നമുക്ക് അവൈലബിൾ ആണ്. വലിയ പ്രൈസ് ഇല്ല. റേറ്റ് വൈസും കുറവാണ്. ഓക്കെ. അതേസമയം നമുക്ക് മിൽക്കി വൈറ്റ് മൂൺ സ്റ്റോൺ എപ്പോഴും ശ്രീലങ്കൻ മൂൺ സ്റ്റോണാണ് കുറച്ചുകൂടെ. പല രത്നങ്ങളും ആ ഒരു എനിക്കൊന്ന് അവിടുത്തെ ഒരു മണ്ണിൻ്റെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു. അവിടുത്തെ കല്ലുകൾക്ക് നമുക്ക് സഫയർ പോലുള്ള കല്ലുകളൊക്കെ ഉണ്ടല്ലേ. ഏറ്റവും നല്ല വേൾഡ് ഫേമസ് എന്ന് പറയുന്നത് സഫയർ കിട്ടുന്നത് നമുക്ക് ശ്രീലങ്കനാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ യെല്ലോ കളറിലുള്ള മൂൺ സ്റ്റോണ്, മിൽക്കി കളറിലുള്ള മൂൺ സ്റ്റോണ് രണ്ടും മൂണിൻ്റെ എഫക്റ്റ്, മൂണിനെ എൻഹാൻസ് ചെയ്യാൻ തന്നെയായിട്ടുള്ളതാണ്. പക്ഷേ അത് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ ഈ പറയുന്ന ആ ഒരു ചന്ദ്രൻ്റെ ഒരു പൊസിഷനും അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ഒരു പൊസിഷനും കൂടെയൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് അതിൻ്റെ ഏത് കളറിലേക്ക് നമ്മൾ പോകണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. എനിക്ക് തോന്നുന്നു മൂൺ സ്റ്റോൺ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നോർമലി നമുക്കത് കുറച്ചധികം ക്യാരറ്റേജ് ഉപയോഗിക്കുന്ന ഒരു രത്നമാണ് അല്ലേ. സ്റ്റോൺസ് ആണ്. അത് ട്രാൻസ്പെറൻറ്റ് സുതാര്യത കുറവാണ് ആ കല്ലിന്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് തൂക്കം കൂട്ടി ക്യാരറ്റ് എന്ന് പറയുമ്പോൾ തൂക്കം. ആ തൂക്കം കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ്. ആളുടെ ആ ചാർട്ടും അതിനകത്ത് വളരെ പ്രധാനമുണ്ട്. ആളുടെ ബോഡി വെയിറ്റ് അതിനകത്ത് പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇതെല്ലാം നോക്കിയിട്ടാണ് ഇതിൻ്റെ തൂക്കം നമ്മൾ നിശ്ചയിക്കേണ്ടത്. നമുക്കിത് കൂടുതലും റിംഗ് ആയിട്ടും അല്ലെങ്കിൽ നമുക്ക് ലോക്കറ്റായിട്ടും യൂണിഫോമിൽ കൊച്ചു കുട്ടികൾ ഹിപ്പ് ചെയിനിലിടാം. അരഞ്ഞാണം, പിന്നെ ലോക്കറ്റ്, പെൺകുട്ടികൾക്ക് സ്റ്റഡ്, റിങ്, ഏത് ഫോമിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ആൾക്കാർ ബ്രേസ്ലെറ്റുകളിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ടർക്കോയ്സൊക്കെ മൂൺ സ്റ്റോൺ നമുക്ക് നല്ല ഇച്ചിരി വലിപ്പമുള്ള മൂൺ സ്റ്റോൺ ഒരു ബ്രേസ്ലെറ്റിൽ സിൽവറിൽ കാർട്ടിയറിൻ്റെ ഒക്കെ ടൈപ്പുള്ള സിൽവർ ബ്രേസ്ലെറ്റുകളുണ്ട്. അതിലേക്ക് ഫിക്സ് ചെയ്താൽ മതി. രണ്ട് സൈഡിൽ ആ ബ്രേസ്ലെറ്റ് കട്ട് ചെയ്തിട്ട്
മൂൺ സ്റ്റോൺ പിടിപ്പിച്ച് അപ്പോൾ തന്നെ നമുക്ക് റെഡിയായി കൊടുക്കാൻ പറ്റും. നമ്മൾ മൂൺ സ്റ്റോണിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ മിൽക്കി വൈറ്റ് ഷെയ്ഡിലുള്ള മൂൺ സ്റ്റോണിനെ കുറിച്ചും അതുപോലെ തന്നെ യെല്ലോ ഷെയ്ഡിലുള്ള മൂൺ സ്റ്റോണിനെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ ഈ മൂൺ സ്റ്റോണ് നമ്മൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുമ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് സാറ് പറഞ്ഞത് നമ്മൾ ചന്ദ്രൻ്റെ ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ എന്താണെന്നുള്ളത്. അപ്പം ഒരു വ്യക്തിയുടെ ചാർട്ട് നമുക്ക് കിട്ടിക്കഴിയുമ്പം ഈ മൂണിൻ്റെ ഒരു പൊസിഷൻ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ ഈ ഒരു വ്യക്തി ഒരു ഹാപ്പി പേഴ്സൺ ആയിരിക്കും? തീർച്ചയായിട്ടും. അല്ല, മൂണിൻ്റെ പോർഷനാണല്ലോ ആദ്യം നമ്മൾ നോക്കുന്നത്. ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ആൾ ഓക്കെ, ആൾ ഹാപ്പിയാ, ആൾ ഹാപ്പി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് ഫേസിൽ അറിയാൻ പറ്റും. പറയാൻ പറ്റും. പിന്നെ ആ ഫേസിലും അറിയാൻ പറ്റും, ചാർട്ടിൽ നോക്കിയാൽ കറക്റ്റാ. നമ്മൾ ഈ ചാർട്ടുകൾ നമ്മളുടെ ബർത്ത് ചാർട്ട് നമുക്കൊരു ഇൻഡിക്കേഷൻസാണ് തരുന്നത്. ഇതാണ് നിങ്ങളുടെ സ്ഥിതി, ഇത് നിങ്ങൾ ഇനി ഇത് ചെയ്ത് നമുക്ക് പ്രോഗ്രസ് വരുത്താനുള്ള ഒരുപാട് കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ അല്ലേ. ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നല്ല അറിവുള്ളവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ശ്വാസം മുട്ടൽ വലിയൊക്കെ ബ്രീത്തിങ്ങൊക്കെയാണ് ചെറുപ്പം പോലെ തന്നെ ചെറിയ മെഡിറ്റേഷന് യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുക, ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ്, പ്രാണായാമം ഒക്കെ ചെയ്ത് വീണ്ടും നമ്മൾ സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കുക. ബോഡി ശരീരത്തിന് അതുപോലെ വെയിൽ കൊള്ളുന്നതും വളർച്ചയും എല്ലാം ഒരു മെയിൻ വിഷയം എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ പലരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരൊന്നും പ്രോപ്പറായിട്ട് രാവിലത്തെ എഴുന്നേപ്പോ നടപ്പോ ഇല്ലാത്ത ആൾക്കാരാണ്. നമ്മൾ ഇൻഡോർ പ്ലാന്റ് പോലും നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസങ്ങൾ നമ്മൾ ചെറുതായിട്ടൊന്ന് വെയിൽ കൊള്ളിക്കണം. ഒരു വൃക്ഷം വെളിയിൽ നിൽക്കുന്നു, ഒരു ചെടി നിൽക്കുന്നു, അത് സൂര്യപ്രകാശം ഏറ്റില്ല സ്ഥിതിയെന്ന് ആലോചിച്ച് നോക്കി. അത്രയും തന്നെ പിന്നെ മനുഷ്യന് കുറേ കൂടെ ഇത് കൊടുത്തിരിക്കുക സ്ട്രെങ്ത്. എന്തൊക്കെ ചെയ്താലും നമ്മൾ എന്തെല്ലാം അതിന് വേണ്ടായ്മ ചെയ്താലും പിന്നെ അതിപ്പോൾ ലിവറൊക്കെ ആണല്ലോ, ലിവറൊക്കെ എത്ര മദ്യപിക്കുന്ന ആൾക്കാർക്ക് ലിവർ പോയി കഴിഞ്ഞാൽ ലിവർ റീക്യൂപ്പ് ചെയ്യും. മദ്യം നിർത്തി അപ്പോൾ തന്നെ റീക്യൂപ്പ് ചെയ്ത് വരാനുള്ള ഒരു കപ്പാസിറ്റി ലിവറിന് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരുപാട് സംഗതികൾ നമുക്ക് ഈശ്വരൻ തന്നിട്ടുണ്ട്. നമ്മളത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും അത് വീണ്ടും നമ്മളത് റീജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഘടനയുണ്ട് നമ്മുടെ ശരീരത്തിനുണ്ട്, ബോഡി. നമുക്ക് ഈ ചാർട്ടിനകത്ത് നോക്കുമ്പം മൂൺ 6th ഹൗസിൽ പോയി നിൽക്കുന്നു, മൂൺ 8th ഹൗസിൽ പോയി നിൽക്കുന്നു, 12th ഹൗസിൽ നീചപ്പെട്ട് നിൽക്കുന്നു, കറുത്ത വാവിന് ജനിച്ചിരിക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ആ ഒരു ഹാപ്പിനെസ് കുറവാണ് വരുന്നത്. എന്നാൽ മൂണ് ഇടവത്തിൽ നിൽക്കുന്നു, നല്ല ഉച്ചസ്ഥിതി നിൽക്കുന്നു. കർക്കിടക ലഗ്നാധിപൻ ചന്ദ്രൻ പോയി ഉച്ചത്തിൽ നിൽക്കുക. ബേസിക്കലി പുള്ളിക്കൊരു ഹാപ്പിനെസ്സും സന്തോഷം എന്തിനകത്തും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ള ആളായിരിക്കും. ഇനിയിപ്പോൾ ഈ മൂൺ വളരെ മോശമായിട്ട് നിൽക്കുന്നവർക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും അവർ ഹാപ്പി ആയിരിക്കത്തില്ല. അതിനകത്ത് ഹാപ്പിനെസ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരണം. അതവിടെ ആൾക്കൊരു കുറവ് സംഭവിക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ എല്ലാം നമുക്ക് തിരിച്ചെടുക്കാനായിട്ടുള്ള നമ്മുടെ ഡ്രോബാക്ക് എവിടെയാണെന്ന് നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിച്ചുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരുപാട് പ്രതിവിധികൾ തന്നിട്ടുണ്ട്, സയൻറ്റിഫിക്കലായിട്ടുള്ളത്. ഇപ്പം നമ്മൾ ആ പറഞ്ഞ പോലെ തന്നെയാണ് ഈ പറയുന്ന രത്നങ്ങളുടെ ഒരു ഉപയോഗവും നമുക്ക് ഇതിലേക്ക് പെടുത്താം അല്ലേ. അത് പിന്നെ രത്നങ്ങളും അതുപോലെ തന്നെയാണ്. നിങ്ങളിപ്പം നമ്മുടെ മരുന്നും മന്ത്രം എന്ന് പറഞ്ഞ പോലെ നമുക്ക് ശരിക്കും ആ രത്നങ്ങൾ നമുക്ക് ഔഷധ ഗുണം നൽകുന്നുണ്ട്. അപ്പോൾ ആ ചന്ദ്രകാന്തത്തിനകത്തൊക്കെ ഉള്ള മിനറൽ കണ്ടൻസ് നമുക്ക് അത് ബോഡിയിൽ അത് ആക്ടിവേറ്റഡ് ആകുമ്പം നമുക്ക് ആ മൂണിന് ചന്ദ്രൻ്റെ ആ ഒരു ഒന്ന് ഗ്ലോ ചെയ്യാൻ തുടങ്ങും, ആ പ്രകാശം വരുത്തിയെടുക്കും. അപ്പോൾ ആ ഒരു മാറ്റങ്ങൾ നമുക്ക് പതുക്കെ ആ ഒരു വ്യക്തിയിലും പ്രകടമായി തുടങ്ങും അല്ലേ. തീർച്ചയായിട്ടും. ഇപ്പം സാറ് പറഞ്ഞു ഈ മൂൺ സ്റ്റോണിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇത് നമ്മൾ ഉപയോഗിക്കുമ്പം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതിൻ്റെ ഹാർഡ്നെസ് അല്ലെങ്കിൽ അധികമായിട്ടുള്ള ചൂട് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ സ്റ്റോൺ കാറ്റഗറി പെടുന്നത് ഈ മൂൺ സ്റ്റോൺ വിധമായ ചൂട്, പൊടിപടലങ്ങൾ എല്ലാം ഇതിനകത്ത് സ്ക്രാച്ചസ് ഉണ്ടാകും, ഈ സ്റ്റോണിലുണ്ടാക്കും. സ്ക്രാച്ച് ഉള്ള ചെറിയൊരു സ്റ്റോൺ ഇട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബ്രേക്ക് അല്ലാത്ത സ്റ്റോണുകൾ ഉപയോഗിക്കാം, സ്ക്രാച്ചിന് കുഴപ്പമില്ല. സ്ക്രാച്ച് അതിൻ്റെ ഒരു സ്വഭാവമാണ്. സ്ക്രാച്ച് വീഴാത്ത രത്നങ്ങൾ ഡയമണ്ട് പോലുള്ള സ്ക്രാച്ച് വീഴത്തില്ല, അത് അതിൻ്റെ നേച്ചർ അതാണ്. പക്ഷെ മൂൺ സ്റ്റോൺ പോലുള്ള രത്നങ്ങളുടെ നേച്ചർ എന്ന് പറയുമ്പോൾ ഉറച്ചാൽ അതിനകത്ത് സ്ക്രാച്ച് വീഴും.
അങ്ങനെ ഒരു സ്ക്രാച്ച് വീണ് ഇപ്പോൾ നമ്മൾ ബസ്സിൽ പോയപ്പോൾ ഒന്ന് ഉറഞ്ഞു. സ്ക്രാച്ച് നത്തിങ് ടു വറി, അതിനെക്കുറിച്ച് വിഷമിക്കുകയേ വേണ്ട. അത് അതിനകത്ത് അങ്ങനെ നാച്ചുറലായിട്ട് സംഭവിക്കാവുന്ന ഒരു സംഭവിക്കാവുന്ന കാര്യമാണ്. അതായത് ഈ രത്നം സാറ് പറയുന്നത് ഇപ്പം പൊട്ടി 2 പീസായി പോയി, അല്ലെങ്കിൽ ഒരു കഷ്ണം അടന്നു പോയി, അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ നമ്മളത് ഉപയോഗിക്കും. ഒരു ഫ്രാക്ചർ വന്ന് വീണു ഉപയോഗിക്കുന്നു. കല്ലുകളുടെ ഒരു ഭാഷ എന്ന് പറഞ്ഞ ഫ്രാക്ചർ ഉണ്ടാകുക, അത് സ്ക്രാച്ച്, ഫ്രാക്ചേഴ്സ് കൊള്ളത്തില്ല. അങ്ങനെയല്ലേ നമുക്ക് വലിയ എമറാൾഡ് പോലത്തെ വലിയ രത്നദളങ്ങൾ കട്ട് ചെയ്ത് വന്ന് അതിനകത്ത് സ്ക്രാച്ച് വീഴുമ്പോൾ അതിനകത്ത് ഗ്ലാസ് ഫില്ല് ചെയ്ത് അതൊരു വലിയ ബിസിനസ്സായിട്ട് ഇന്നത്തെ മാറിയിട്ടുണ്ട്, ഗ്ലാസ് ഫില്ലിങ്. അപ്പം സ്ക്രാച്ച് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ നമ്മൾ എപ്പോഴും സൂക്ഷിക്കുക, എപ്പോഴും തുടച്ച് വൃത്തിയാക്കി സൂക്ഷിക്കുക. ചന്ദ്രകാന്ത കല്ലുകൾ എപ്പോഴും ക്ലീൻ ആയിട്ട് തുടച്ച് ഒരു കോട്ടണിലൊക്കെ ഇട്ട് തുടച്ച് വെക്കുക. പിന്നെ ഇപ്പം നമുക്ക് ഞായറാഴ്ച നാട്ടിലെ അവധിയാണ്, ഇപ്പം ഇവിടെ ഞായറാഴ്ചയാണ് അവധി. അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഓയിൽ പുരട്ടി വൃത്തിയായിട്ടും ഭംഗിയായിട്ട് സൂക്ഷിക്കുക. മോതിരത്തിൻ്റെ അടിവശമാണ് ഏറ്റവും വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ചിലർ ചോദിക്കും സാറേ കുളിക്കുമ്പോൾ നമ്മൾ കുളിക്കുമ്പോൾ ഒന്നും ഊരണമെന്നില്ല, പക്ഷേ സോപ്പ് കയറി അടിയരുത്. ചിലരുടെ മോതിരമൊക്കെ നമ്മൾ അടിച്ചാൽ മുഴുവൻ ആ ചെളിയും സോപ്പും പദാർത്ഥങ്ങളും അതിനകത്ത് മുഴുവൻ ബ്ലോക്കായിരിക്കും. വലിയ സൊല്യൂഷൻ ഇട്ട് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടി വരും അത്. അപ്പോൾ അതുണ്ടാകാതെ നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാവുന്നവർക്ക് ഈ കല്ല് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്കിത് ഊരി വെക്കാം. ഒരു കല്ല് രക്തം ഊരി വെച്ചുകൊണ്ട് എന്താ സംഭവിക്കും? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതൊരു കോമൺ ആയിട്ടുള്ള ഒരു സംശയമാണ്. അതായത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് ഊരാൻ പാടില്ല. അയ്യോ, അത് വളരെ അവരുടെ തെറ്റായിട്ടുള്ളൊരു, രത്നങ്ങളെല്ലാം നമുക്ക് ഇടാനും അണിയാനും, രത്നങ്ങൾ ധരിക്കാനും അണിയാനും അത് ഊരി വെക്കാനും ഒക്കെ അതിനുള്ള സ്വാതന്ത്ര്യം അതിനുണ്ട്. അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ചിലർ കണ്ടിട്ടുണ്ട്, നമ്മൾ ഈ ഒരു 25 കൊല്ലം മുമ്പ് ഇട്ട റൂബിയുടെ കല്ലിങ്ങനെ ഇരുന്നിട്ട് ഇവിടെ കൈക്ക് നീര് വന്ന് ഇത് ലാസ്റ്റ് കൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്യുക, ഗോൾഡ് സ്മിത്തിനെ വിളിച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് ആ കല്ല് വരുന്നത്. അപ്പോൾ കൈയെല്ലാം നീരായി, ബ്ലഡ് സർക്കുലേഷൻ ഇല്ല. അതൊന്നും ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. എൻ്റെ രക്തം ഞാൻ രാത്രിയിൽ ഊരി വെക്കാറുണ്ട്. എനിക്ക് ഇതുപോലെ മാലകളോ ഇതൊന്നും ഇട്ടുകൊണ്ട് കിടക്കുന്ന ഒരു ഈർച്ചയായതുകൊണ്ട് രാവിലെ കുളി കഴിഞ്ഞിടും, തിരിച്ചിടും. അതായത് നമുക്കിപ്പം കുളിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ലേഡീസൊക്കെ ആണെങ്കിൽ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തും ഇവർക്ക് ഇത് ഊരി മാറ്റി വെക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്ന സമയത്ത് മാറ്റി വെക്കുന്നതുകൊണ്ടോ ഒരു ദോഷങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. ഒരു വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഈ രക്തങ്ങൾ. അത് ഒറ്റ കാര്യമുള്ളൂ, നമ്മളത് സൂക്ഷിക്കണം. സ്ക്രാച്ചുകളും പൊട്ടലുകളും ഒന്നുമില്ലാതെ ഒരുമിച്ച് വെക്കാൻ പാടില്ലാത്ത, സൂക്ഷിച്ച് വെക്കാൻ പാടില്ലാത്ത രക്തങ്ങളുണ്ട്. വെള്ളം തെളിച്ച് വെക്കേണ്ട രക്തങ്ങളുണ്ട് സൂക്ഷിച്ച്, അല്ലേ? സോഫ്റ്റായിട്ടുള്ള പേൾസ്, കോറൽസ് എല്ലാം നമ്മൾ ഒരു ഇച്ചിരി നനവോടുകൂടി സൂക്ഷിച്ച് വെക്കണം. ലോക്കറിനകത്ത് ഒരുപാട് കാലഘട്ടം അടച്ചു വെക്കാൻ പാടില്ലാത്ത രക്തങ്ങളുണ്ട്. ഞാൻ ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്ക് പലതരത്തിലുള്ള രത്നങ്ങളുണ്ട്, പക്ഷേ മുത്തും പവിഴങ്ങളും കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കണ്ടില്ല, അത് കേട്ടിട്ടുമില്ല. കാരണം മുത്തും പവിഴം അങ്ങനെ അടച്ച് ഇരുട്ടുമുറി വെച്ചാൽ അത് കേടായിപ്പോവും. അന്നത്തെ ആൾക്കാർക്ക് അതറിയാം. അതേസമയം മറ്റ് രത്നങ്ങൾക്കെല്ലാം സ്ട്രോങ് ആറ്റമിക് സ്ട്രക്ചർ ഉള്ളതുകൊണ്ട് അത് ഏത് ഇരുട്ടത്തും ഏത് ഇരുണ്ട ഭൂഖണ്ഡത്തിലും അറയിലും ഒന്നും ഇരുന്നാലും അതിനൊന്നും സംഭവിക്കത്തില്ല. കാരണം അത് ഭൂമിക്കടിയിൽ കിടന്ന് തഴച്ച് വളർന്ന ഒരു കല്ലുകളാണ് ഇതെല്ലാം. എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഈ പ്രകൃതിയുടെ ധാരാളം വൈവിധ്യങ്ങളും രത്നങ്ങളും നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. നന്ദി, നമസ്കാരം.